ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാവുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്. മുതിർന്ന നേതാക്കളുടെ അഭാവമാണ് തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ആപ്പ് നേരിടുന്ന പ്രതിസന്ധി. ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖ നേതാവും കേജ്രിവാളിന്റെ വലം കൈയുമായ മനീഷ് സിസോദിയയും മുതിർന്ന നേതാക്കളായ സത്യീന്ദർ ജെയിനും സഞ്ജയ് സിംഗും ഇപ്പോഴും ജയിലിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി കൈകോർത്ത് ഡൽഹി, ഹരിയാന, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ബി.ജെ.പിക്കെതിരെ നേർക്കുനേർ പോരാട്ടത്തിനിറങ്ങിയപ്പോഴാണ് കപ്പിത്താനെ നഷ്ടപ്പെട്ട് ആടിയുലയുന്ന കപ്പലായി ആം ആദ്മി മാറിയത്. പാർട്ടിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കേന്ദ്രബിന്ദുവായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. ഏത് പ്രതിസന്ധിയും ശക്തമായി തരണം ചെയ്ത പാർട്ടിയാണ് ആപ്പ്. എന്നാൽ പ്രധാന നേതാവിനെ തന്നെ ഇ.ഡി. അറസ്റ്റ് ചെയ്തതോടെ വലിയ വെല്ലുവിളിയാണ് ആം ആദ്മി പാർട്ടിക്ക് മുന്നിലുള്ളത്. 4 സ്ഥാനാർത്ഥികളെ നിർത്തിയ ദില്ലിയിലായാലും 2 സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയ ഗുജറാത്തിലായാലും കെജ്രിവാളിനെ ചുറ്റിപ്പറ്റിയായിരുന്നു പാർട്ടിയുടെ പ്രചാരണവും നിലനിൽപ്പും. ദില്ലിയിൽ സൻസദ് മേ ഭി കെജ്രിവാൾ എന്ന ടാഗ് ലൈൻ ഉപയോഗിച്ച് പ്രചരണം നടത്തുമ്പോൾ ഗുജറാത്തിൽ ഗുജറാത്ത് മേ ഭി കെജ്രിവാൾ എന്നാണ് ഉപയോഗിക്കുന്നത്. പഞ്ചാബിൽ മുഖ്യമന്ത്രി ഭഗവത് മാന്റെ നേതൃത്വത്തിലാണ് പ്രചാരണമെങ്കിലും കെജ്രിവാൾ അടിക്കടി സംസ്ഥാനം സന്ദർശിക്കാറുണ്ട്. അവിടെ കോൺഗ്രസുമായി ചേരാതെ ഒറ്റയ്ക്കാണ് AAP 11 സീറ്റിലും മത്സരിക്കുന്നത്. കെജ്രിവാളിന് ദില്ലിയിൽ ജനങ്ങൾക്കിടയിലുള്ള ജനസമ്മതി മൂലം അറസ്റ്റ് ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയിലായിരുന്നു AAPയുടെ മിക്ക നേതാക്കളും പ്രവർത്തകരും. അറസ്റ്റ് ബി.ജെ.പിയെ തിരിഞ്ഞുകൊത്താൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലുകളുമുണ്ട്. കെജ്രിവാളിന്റെ അറസ്റ്റ് AAPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മാത്രമല്ല, സംസ്ഥാന ഭരണത്തിന്റെയും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെയും മേൽ കാര്യമായ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്നുറപ്പ്. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.